ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊട്ടിയൂരിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു. എൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. കൃതയുഗത്തിൽ ദക്ഷയാഗം നടന്ന സ്ഥലം, ത്രേതായുഗത്തിൽ പരശുരാമൻ യാഗം നടത്തിയിരുന്ന സ്ഥലം, ഇന്നീ കലിയുഗത്തിലും ശങ്കരാചാര്യനാൽ ചിട്ടപ്പെടുത്തിയതെന്നു പറയപ്പെടുന്ന പൂജാവിധികളോടെ നടന്നുവരുന്ന ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ. വളപട്ടണം പുഴയുടെ കൈവരിയായ ബാവലിപ്പുഴയുടെ അക്കരെയും ഇക്കരെയുമായി കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നു. ഇക്കരെ കൊട്ടിയൂരിൽ ചെറിയൊരു ക്ഷേത്രവും നമുക്ക് എല്ലാ സമയത്തും പോയി തൊഴുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അക്കരെ കൊട്ടിയൂരിൽ ഈ വൈശാഖ മാസത്തെ 28 ദിവസം മാത്രമാണ് പൂജ. ഭണ്ഡാരം എഴുന്നള്ളത്ത് മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവവും, തിരുവോണം മുതൽ ആയില്യം നാൾ വരെ മനുഷ്യരുടെ ഉത്സവവും, മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവവും ആണ് എന്നാണ് വിശ്വാസം. ദക്ഷയാഗത്തിൻ്റെ കഥകളൊക്കെ എല്ലാവർക്കും അറിയുമായിരിക്കും. പരമശിവൻ സ്വയംഭൂവായ മണിത്തറയിൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ കയ്യാലകളിലാണ് പൂജകൾ നടക്കുന്നത്. അമ്മ മറഞ്ഞ കല്ലായ അമ്മാറക്കല്ലും അടുത്ത് തന്നെയുണ്ട്. ഉത്സവകാലത്ത് തന്ത്രിമാരും മറ്റും തിടപ്പള്ളിയിൽ പാകം ചെയ്ത ഭക്ഷണം മാത്രമേ കഴിക്കാവൂ എന്നിരിക്കെ അടുപ്പിൽ ചാരം നിറയാത്തത് അവിശ്വസനീയമാണ്. ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിൽ, അതായത് 2026 ജൂൺ 20 ഉച്ചശീവേലിയോടുകൂടി സ്ത്രീകൾക്കുള്ള പ്രവേശനം കഴിഞ്ഞു. അതുപോലെ തന്നെ ആനയും പാണി ഒഴികെയുള്ള വാദ്യങ്ങളും ഇനിയുണ്ടാകില്ല. പെരുമാളെ കാണാൻ ഇനി 1 വർഷം കാത്തിരിക്കണം. നൂറ്റിനാൽപ്പത്തിരണ്ട് കലങ്ങൾ ഉപയോഗിച്ചുള്ള ഗോപ്യമായ ഗൂഢപൂജകൾക്ക് ശേഷം ആനയില്ലാതെ ഒരു ശീവേലി കൂടി ഉണ്ടാകും. വൈശാഖോത്സവത്തിൻ്റെ ആരംഭത്തിൽ മുതിരേരി കാവിൽ നിന്നും മേൽശാന്തി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന മുതിരേരി വാൾ കലശാട്ടത്തോടെ തിരിച്ച് മുതിരേരി കാവിലേക്ക് കൊണ്ടുപോകും. വീരഭദ്രൻ ദക്ഷൻ്റെ തലയറുത്ത ശേഷം വലിച്ചെറിഞ്ഞ വാൾ ചെന്നു വീണത് വയനാട്ടിലെ മുതിരേരി എന്ന സ്ഥലത്താണ് എന്നാണ് വിശ്വാസം. വാളാട്ടത്തോടുകൂടി വിഘ്നങ്ങൾ നീക്കാൻ തേങ്ങയുടച്ച് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ കയ്യാലകൾ തൂണോടെ പിഴുത് തിരുവഞ്ചിറയിൽ സമർപ്പിക്കും. ഇതോടെ ഈ വർഷത്തെ വൈശാഖോത്സവത്തിന് സമാപനമാകും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം.